ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണത്. നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഫോർമുല എന്നുള്ള രീതിയിലാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അത് റിയൽ ആണോ? അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് സിവിൽ സർവീസസ്, കേരള PSC എക്സാം അതൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്ന എന്തും ഇത് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ അതാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈഗോ മാറ്റി വെച്ചിട്ട് ഈ വീഡിയോ കാണാം. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം എന്നുള്ള തോന്നലും ഒന്നും അറിയില്ല എന്നുള്ള തോന്നൽ, ഇത് രണ്ടും ഈഗോ തന്നെയാണ്. ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഈഗോ തന്നെയാണ്. നമുക്ക് എന്തൊക്കെയോ അറിയാം, കുറെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ മാത്രമേ വീഡിയോ കാണുക. രണ്ടാമത്തെ ഒരു കാര്യം, മുൻവിധി ഇല്ലാതെ പറയുന്ന കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിക്കാം. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് തരും എന്നുള്ളൊരു സിദ്ധാന്തമാണ് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. ഇത് എക്സാംസിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനീഷ് കുമാർ IAS, അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫേമസ് ഫിഗേഴ്സ് ആണ് നേഹ ദത്ത. പുള്ളിക്കാരി ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്ലിയർ ചെയ്തത് ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് തന്നെയാണ്. ഗൗരവ് കൗശൽ എന്ന് പറയുന്ന സിവിൽ സർവന്റ് ഉണ്ട്, വളരെ ഫേമസ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോയിലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് ഇതേ സിദ്ധാന്തം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒളിമ്പ്യൻ മൈക്കിൾ ഫെൽപ്സ്, അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ ത്രൂ ഔട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ദീപിക പദുക്കോൺ, പ്രിയങ്ക ചോപ്ര, ബോളിവുഡ് താരങ്ങളൊക്കെ ഇതിനെ എൻഡോഴ്സ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്. കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നും, പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത്, മുൻവിധികൾ മാറ്റി വെക്കുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ തന്നെ സ്വയം വെരിഫൈ ചെയ്ത് നോക്കുക. ഇവരൊക്കെ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ റിയൽ ആണ് എന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നമുക്കൊരു കാര്യം വേണം. ഇതൊരു തൊഴിൽ എന്നുള്ള സ്വപ്നമായിരിക്കാം. ഒരു എക്സാം ക്രാക്ക് ചെയ്ത് വലിയൊരു റാങ്ക് വാങ്ങിക്കുന്നതായിരിക്കാം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നായിരുന്നു യൂട്യൂബ് ചാനൽ. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തൊരു 2 മാസത്തിനകം ഒരു 18,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ചാനലിൽ വന്നു. എൻ്റെ ടെലിഗ്രാം സബ്സ്ക്രൈബേഴ്സ് 12,000 പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ എൻ്റെ ലൈഫിലെ ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻസ് ആണ്. സോ ഞാൻ ഉപയോഗിച്ച് വിജയിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന 5 ഡിഗ്രി തല പരീക്ഷകൾ ഞാൻ ഭയങ്കര സീരിയസ് പ്രിപ്പറേഷൻ നടത്തിയില്ലെങ്കിലും അത് ക്ലിയർ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെയാണ്, മെയിൻസ് എക്സാംസ് ക്ലിയർ ചെയ്തിരുന്നു. അപ്പൊ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴും ഇത് റിയൽ തന്നെയാണ്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ? നമുക്കൊരു കാര്യം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളത് ഓൾറെഡി അച്ചീവ് ചെയ്തതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ വെറുതെ ഇമാജിനേഷൻ മാത്രമല്ല, നമ്മളെ ഫീലിങ്സ് അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു എക്സാം നിങ്ങൾ എഴുതാൻ പോവുകയാണ്. ആ എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾ എത്രത്തോളം അത് സെലിബ്രേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എത്രത്തോളം ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുമോ, അത് എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ തലച്ചോറിൽ സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുകയാണ്, ആ ടോപ്പിക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണെന്നുള്ള പെർസ്പെക്റ്റീവ് അത് വായിക്കണം. ഭയങ്കര ഡിഫിക്കൽട്ട് ടോപ്പിക് ആയിരിക്കാം, പക്ഷെ ആ ടോപ്പിക് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ആ ടോപ്പിക് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പോപ്പുലറൈസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് കണ്ടന്റും എലിമിനേഷനും, PPയും IETയും. അതെന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു നോക്കി ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കൺവിക്ഷൻ എന്നുള്ളൊരു സംഭവം. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് വില കൊടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ വിഷ്വലൈസേഷൻ മാത്രം മതിയോ? പോരാ, നല്ല ഹാർഡ് വർക്ക് വരണം. അതാണ് PP. നമ്മൾ നന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കണം. ചുമ്മാ പരീക്ഷ ജയിക്കുന്നു വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ ഒരു മൂല കുത്തിയിരുന്നൊന്നും നടക്കത്തില്ല. ആ ടോപ്പിക് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുക തന്നെ വേണം. എല്ലാ എക്സാംസിനുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഭാഗ്യം കടാക്ഷിക്കണം എന്നൊക്കെ പറയും. ഇത് നമുക്ക് ലക്ക് ഫാക്ടർ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. എല്ലാം നമ്മളെ മനസ്സിന്റെ കളിയാണ്. എവ്രിതിങ് ഈസ് എ മൈൻഡ് ഗെയിം. ലക്ക് ആണെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ വിജയമാണെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു പ്രഹേളികകൾ മാത്രമാണ്. ഭാഗ്യം എന്ന് പറയുന്ന സംഭവത്തിനെ, അല്ലെങ്കിൽ ലക്ക് അല്ലെങ്കിൽ
ദേവാധീനം എന്നൊക്കെ പല ആൾക്കാർ വിളിക്കാറുണ്ട്. ആ ഒരു സംഭവത്തിനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എക്സാം ക്ലിയർ ചെയ്യുന്ന ആസ്പെക്റ്റിൽ ലോ ഓഫ് അട്രാക്ഷൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സീരീസ് ഓഫ് വീഡിയോ മാത്രമാണ്. ഈ ടോപ്പിക്കിനെ പറ്റി എഫക്റ്റീവായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് ഞാൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഞാൻ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചത്, എക്സാംസിന് അതൊക്കെ എനിക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആയത്, ഇനി റിയൽ ലൈഫിൽ എൻ്റെ ചാനലിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഗ്രോത്ത്, എൻ്റെ വ്യക്തി എന്നുള്ള രീതിയിൽ സ്വകാര്യ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഗുണങ്ങൾ, അതൊക്കെ വെച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ആ ഒരു കാര്യം പറഞ്ഞു തരാൻ സാധിക്കും. ബിക്കോസ് ഇറ്റ്സ് ബിക്കമിങ് റിയൽ. ലോകത്തിൽ പല ആൾക്കാരും ഈ ഒരു സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിയൻസ് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ, അവരൊക്കെ ഈ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പവർ ഓഫ് വിഷ്വലൈസേഷൻ, നമ്മുടെ വിഷ്വലൈസേഷന്റെ പവർ എക്സ്ട്രീംലി വലുത് തന്നെയാണ്. സോ വിഷ്വലൈസേഷനെ പറ്റി അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസിനെ പറ്റി അത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒബ്വിയസ് ആയിട്ട് ചോദിക്കാം. ഇതിന്റെ ഒരു റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ബാക്കി വീഡിയോസും കൂടെ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. TFA ലൂപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. TFA, തിങ്ക്, ഫീൽ ആൻഡ് ആക്ഷൻ. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്, അതാണ് നമ്മൾ ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ന്യൂറോ ബയോളജിയിൽ ഒരു ഫേമസ് ഫിലോസഫിയാണത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സാമിൽ തോറ്റുപോയി അടുത്ത എക്സാം എന്താകും എന്നുള്ള ഫിയർ ഉണ്ടെങ്കിൽ, അവിടെയൊക്കെ നിങ്ങൾക്ക് TFA ലൂപ്പ് യൂസ് ചെയ്യാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അപ്പം നമ്മുടെ ഫീലിങ്സും പോസിറ്റീവായിട്ട് മാറും. ഇതാണ് നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തിയെ ഗൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ലോ ഓഫ് അട്രാക്ഷന്റെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടും TFA ലൂപ്പ് തന്നെയാണ്. അപ്പം ഈ ടോപ്പിക്കിനെ പറ്റി നമുക്ക് കൂടുതൽ വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.